ഇതിഹാസത്തിന്റെ നടത്തം. അതെ, കാലിൽ പന്തില്ലാത്തപ്പോഴെല്ലാം ലയണൽ മെസ്സി എന്ന ഇതിഹാസം മൈതാനത്ത് ഓടുകയല്ല, നടക്കുകയാണ്. ഈ ലോകകപ്പിൽ അർജന്റീനയ്ക്കായി മെസ്സി ബൂട്ട് കെട്ടി ഇറങ്ങിയപ്പോഴെല്ലാം ഭൂരിഭാഗം സമയവും അദ്ദേഹം വെറുതെ നടക്കുകയോ അല്ലെങ്കിൽ എങ്ങോട്ടോ നോക്കി നിൽക്കുകയോ ആയിരുന്നു. ലോകകപ്പിൽ മെസ്സിയുടെ കളിശൈലിയെക്കുറിച്ച് പ്രമുഖ സ്പോർട്സ് മാധ്യമമായ ദി അത്ലറ്റിക് പുറത്തുവിട്ട കണക്കുകളും കൗതുകമുള്ളതാണ്. മത്സരങ്ങളിൽ മെസ്സിയുടെ ആകെ ചലനങ്ങളുടെ 63% വെറും നടത്തമാണെന്ന്. മറ്റൊരു 25% സമയം അദ്ദേഹം ഒരേ നിൽപ്പ് നിൽക്കുകയുമാണ്. അതായത് കളി നടക്കുമ്പോൾ 88% സമയവും മെസ്സി സജീവമായി ഓടുന്നില്ല. 39 വയസ്സുള്ള മെസ്സി പ്രായത്തിന്റെ പരിമിതികൾ കൊണ്ടാവാം ഇങ്ങനെ പതുക്കെ നടക്കുന്നത് എന്നാണ് കരുതുന്നത്. കരിയറിന്റെ തുടക്കം മുതൽക്കേ മെസ്സിയുടെ ശൈലി ഇങ്ങനെയായിരുന്നുവെന്ന് ഫുട്ബോൾ നിരീക്ഷകർക്ക് അറിയാം. സാധാരണക്കാരായ കാണികൾക്ക് ഇതൊരു തരം സോണിംഗ് ഔട്ട് അല്ലെങ്കിൽ മടുപ്പായി തോന്നാമെങ്കിലും കായിക മനഃശാസ്ത്രജ്ഞരും ന്യൂറോ സയന്റിസ്റ്റുകളും പറയുന്നത് ഇതൊരു സാധാരണ മടുപ്പല്ല, മറിച്ച് കളിയിലെ പ്രകടനം അത്യുന്നതങ്ങളിൽ എത്തിക്കാനുള്ള സ്മാർട്ട് ബ്രെയിനിങ് ഹാക്കിംഗ് ആണെന്നാണ്. ഡ്രക്സൽ യൂണിവേഴ്സിറ്റിയിലെ ഗ്ലോബൽ സ്പോർട്സ് ലീഡർഷിപ്പ് സൊല്യൂഷൻ ലാബ് ഡയറക്ടറും സ്പോർട്സ് സൈക്കോളജിസ്റ്റുമായ എറിക് സിൽമർ സയന്റിഫിക് അമേരിക്കൻ എന്ന സയൻസ് മാഗസിനിൽ മെസ്സിയുടെ ഈ സവിശേഷമായ കളിശൈലിയെ വിശകലനം ചെയ്തു. മെസ്സിയുടെ കണ്ണുകൾ പലപ്പോഴും പന്തിലല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കളിയിൽ പന്ത് എവിടെയാണെന്ന് നോക്കാതിരിക്കുന്നത് പോരായ്മയായി തോന്നാം. എന്നാൽ ആധുനിക ന്യൂറോ ഇമേജിംഗ് സാങ്കേതികവിദ്യകൾ നൽകുന്ന തെളിവുകൾ പ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ മസ്തിഷ്കം വിശ്രമിക്കുകയല്ല ചെയ്യുന്നത്, പകരം അത് വിവരങ്ങളെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വിശകലനം ചെയ്യുകയാണ്. മെസ്സി കളിക്കളത്തിൽ വെറുതെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലച്ചോറ് കളിയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങി മത്സരത്തെ മൊത്തത്തിൽ വീക്ഷിക്കുകയാണ്. 90 മിനിറ്റിലധികം നീളുന്ന കടുത്ത സമ്മർദ്ദമുള്ള ഒരു മത്സരത്തിൽ ഈ ചെറിയ ഇടവേളകൾ മെസ്സിയുടെ മസ്തിഷ്കത്തിന് ആവശ്യമായ വിശ്രമം നൽകുന്നു. ഈ തന്ത്രത്തിലൂടെയാണ് കളിയുടെ അവസാന നിമിഷങ്ങളിൽ പോലും മറ്റാർക്കും കണ്ടെത്താനാകാത്ത ഒരു ചെറിയ വിടവ് കണ്ടെത്താനും ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത മാന്ത്രിക ഗോളുകൾ നേടാനും മെസ്സിക്ക് സാധിക്കുന്നത്. സിൽമറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മെസ്സിക്ക് ലോകോത്തര നിലവാരത്തിലുള്ള കോഗ്നിറ്റീവ് സ്കിൽസ് ഉണ്ട്. മെസ്സിയെ പോലെ തന്നെ ആപ്പിളിന്റെ സഹസ്ഥാപകനായ അന്തരിച്ച സ്റ്റീവ് ജോബ്സും സമാനമായ തന്ത്രം ഉപയോഗിച്ചിരുന്നു. ജോബ്സ് തന്റെ ബിസിനസ് ജീവിതത്തിൽ 10 മിനിറ്റ് റൂൾ എന്നൊരു ശീലം പിന്തുടർന്നിരുന്നു. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയാതിരുന്നാൽ ജോബ്സ് ഉടൻ തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കും. അങ്ങനെ വെറുതെ നടക്കുമ്പോഴാണ് പലപ്പോഴും ലോകത്തെ മാറ്റിമറിക്കുന്ന വലിയ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മിന്നിമറിഞ്ഞിരുന്നത്. ഇതൊരു ഫുട്ബോൾ താരത്തിൻ്റെയോ വലിയൊരു വ്യവസായിയുടെയോ മാത്രം തന്ത്രമല്ല. സാധാരണക്കാരായ നമുക്കും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാനാവുന്ന ലളിതമായ ശാസ്ത്രീയ വിദ്യയാണിത്. ഓഫീസിലോ ബിസിനസ്സിലോ പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത് കൂടുതൽ കഠിനമായി ജോലി ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ ആണ്. എന്നാൽ അല്പനേരം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മനഃപൂർവ്വം ചിന്തകളെ അല്പം അലയാൻ വിടുന്നത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും സർഗാത്മകതയും ഇരട്ടിയാക്കും. ലോകകപ്പിൽ മെസ്സി നേടിയ റെക്കോർഡ് ഗോളുകൾ ഇതിന് ഏറ്റവും വലിയ തെളിവാണ്.